താഴെ പോയിട്ട് അതായത് നമുക്ക് പശുവിന് ഫുഡ് കൊടുക്കാം. ഫുൾ ഗ്രീൻ കളർ, ചെടികളും ഗ്രീൻ, ചെടികളും ഗ്രീൻ, എല്ലാം പച്ച ഹരിതമയം. ടെറസ് കാണാൻ എന്താ ഭംഗി, എന്താ രസം. വീടിൻ്റെ താഴെ, വീടിൻ്റെ ചുറ്റുമുള്ള സ്ഥലത്തും ഒരു ഇഞ്ച് പോലും സ്ഥലം ഒരു സ്ഥലത്തും പാഴാക്കിയിട്ടില്ല. പാഴാക്കാതെ ഫുള്ള് കൃഷി. ഇത് നോക്കി, ഇത് കണ്ടോ, ടെറസിലും താഴെയും തക്കാളിയൊക്കെ കാച്ചിടക്കുന്നുണ്ട്. ഒത്തിരി അവാർഡുകൾ, ആദരവുകളെല്ലാം വാങ്ങിക്കൂട്ടിയ ആളാണ് നമ്മുടെ ലതാ ആൻറ്റി. ചെടികൾ, നമ്മുടെ കഴക്കൂട്ടം കൃഷിഭവൻ്റെ പരിധിയിൽ വരുന്ന ശാസ്തവട്ടത്താണ് നമ്മുടെ ലതാ ആൻറ്റിയുടെ വീട്. ഇത് നോക്കിയേ, എന്തൊരു മനോഹരമായ കാഴ്ച. കുട്ടികൾക്കൊക്കെ എന്താ ഉത്സാഹം ഈ കാഴ്ചകളൊക്കെ കാണാനായിട്ട്. അടീനിയം, താമര, ആമ്പൽ, പച്ചക്കറികൾ, ചെടികളും പച്ചക്കറികളും മൃഗങ്ങളും പക്ഷികളും എല്ലാം ഉള്ളത് നല്ല ഭംഗിയാണ്. കുട്ടികൾക്ക് എത്ര കണ്ടാലും തീരെ മതിയാവത്തില്ല. അതാണ് കുട്ടികൾ എന്താ ഉത്സാഹം നോക്കി. അവർക്കിവിടെ കളിക്കാനും ഒരു ചേച്ചിയെ കിട്ടി. കൃഷിയും ചേച്ചിയും എല്ലാം കൂടെ ആയപ്പം അവർ വെരി ഹാപ്പി. മിന്നും പോലും കുട്ടികളൊക്കെ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ കൊണ്ടുവന്ന് കൃഷിയൊക്കെ വന്ന് എല്ലാവരും ഒന്ന് കാട്ടിക്കൊടുക്കുക. ഈ പശുവിൻ്റെ ചാണകം, ഗോമൂത്രം എല്ലാം കൊണ്ടാണ് ഇവിടുത്തെ കൃഷി, ചീരകൃഷിയും പച്ചക്കറി കൃഷികളും എല്ലാം നടത്തുന്നത്.